രാഷ്ട്രപതിയുടെ സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല അശോക് ചക്ര ബഹുമതിക്ക് അർഹനായി. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർക്ക് കീർത്തിചക്ര പ്രഖ്യാപിച്ചു. നാവികസേനയിലെ മലയാളി ഉദ്യോഗസ്ഥ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എന്നിവർക്ക് ശൗര്യചക്ര ബഹുമതി പ്രഖ്യാപിച്ചു. പായ്ക്കപ്പൽ ലോകം ചുറ്റിയ വനിതകളാണിവർ. CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസനാണ് ശൗര്യചക്ര സമ്മാനിക്കുന്നത്. മേജർ അനീഷ് ചന്ദ്രനും മേജർ ശിവപ്രസാദിനും ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകി ആദരിക്കും. മേജർ ജനറൽ K മോഹൻ നായർ അതിവിശിഷ്ട സേവാ മെഡലും ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരന് യുദ്ധ സേവാ മെഡൽ ലഭിച്ചു. മാസ്റ്റർ വാറണ്ട് ഓഫീസർ T വിനോദിന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. കോസ്റ്റ് ഗാർഡ് ധീരതയ്ക്കുള്ള സത്രക്ഷ് മെഡൽ മരണാനന്തര ബഹുമതിയായി ഗുജറാത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു അടഞ്ഞ മാവേലിക്കര സ്വദേശി ജൂനിയർ ഗ്രേഡ് കമാൻഡന്റ് വിപിൻ ബാബുവിന് നൽകും. കേരളത്തിൽ നിന്നുള്ള S മുഹമ്മദ് ഷാമിലിന് ഉത്തം ജീവൻ രക്ഷാപതക്കും 6 പേർക്ക് ജീവൻ രക്ഷാപതക്കും പ്രഖ്യാപിച്ചു. വ്യവസായിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വന്നപ്പോൾ താൻ വിമാനത്തിലായിരുന്നുവെന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ശശി തരൂർ. രാഷ്ട്രീയ വിഷയങ്ങളിൽ വിദേശത്ത് വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല. വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ശശി തരൂർ പറഞ്ഞു. ഇടക്കാലത്ത് കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് CPM. ഇതിന്റെ ഭാഗമായി ദുബായിൽ നിർണായക ചർച്ചകൾ നടന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് എന്ന വിവരമാണ് പുറത്തുവന്നത്. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ പോരിനുറച്ച് ഗവർണർ. തന്റെ പ്രസംഗത്തിന്റെയും അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ലോക്ഭവൻ സ്പീക്കർക്ക് കത്ത് നൽകി. നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ട്. ഗവർണർ ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ടതിനെ മുഖ്യമന്ത്രി സഭയിൽ വിമർശിച്ചിരുന്നു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് വായിക്കാതെ വിട്ടതെന്നും ഇക്കാര്യം ഒഴിവാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായും ലോക്ഭവൻ നേരത്തെ വിശദീകരിച്ചു. പത്മ അവാർഡുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങൾക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആരാണ് പുരസ്കാരത്തിന് ശുപാർശ ചെയ്തെന്ന് അറിയില്ലെന്നും ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അവാർഡിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഇരട്ടി മധുരമുണ്ടെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വെള്ളാപ്പള്ളിക്കും മമ്മൂട്ടിക്കും VS-നും ഉൾപ്പെടെ 8 മലയാളികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ മമ്മൂട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി, ചാത്തൻ എന്നീ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നടത്തിയ മാസ്മരിക പ്രകടനമാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനാക്കിയത്. ആസിഫും ടൊവിനോയും എന്നേക്കാൾ 1 മില്ലിമീറ്റർ പോലും താഴെയല്ല. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് എനിക്ക് കിട്ടിയതാകും. ഫെമിനിച്ചി ഫാത്തിമ പോലൊരു സിനിമ മലയാളത്തിൽ മാത്രമേ ഉണ്ടാകൂ. മലയാളിക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയൂവെന്നും മമ്മൂട്ടി പറഞ്ഞു.